സാറേ, ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ ചേലക്കരയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ബി ജെ പിക്ക് വലിയ പ്രതിസന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കിയത്. പക്ഷേ ബി ജെ പി ഇപ്പോൾ കോർ കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവരുന്ന വാർത്തകൾ തിരുവനന്തപുരവും അതോടൊപ്പം തന്നെ തൃശ്ശൂരും കോർപ്പറേഷനുകൾ പിടിക്കുവാനുള്ള ശ്രമവുമായി ബി ജെ പി മുന്നോട്ട് വരികയാണ്. അവർ ഇനി കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രതീക്ഷ വച്ചിട്ട് കാര്യമുണ്ടോ? കേരള രാഷ്ട്രീയത്തിൽ പ്രതീക്ഷ ഇച്ചിരി കാര്യമുണ്ട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പി കേരളത്തിൽ എമർജ് ചെയ്ത് വരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അവരുടെ ഒരു ഗ്രോത്ത് നമ്മൾ പല രീതിയിൽ സിക്സാഗായിട്ട് ചിലപ്പോൾ മുന്നോട്ട് വരും, പിന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു ഗ്രോത്ത് ഉണ്ട് ആ പാർട്ടി. ഇപ്പോൾ 20% വോട്ട് ഷെയർ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് അവരെത്തിയുണ്ടായി. ഇതൊക്കെ നല്ല സൂചനയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അവരെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ പലപ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ വരുമ്പോൾ പലപ്പോഴും പ്രശ്നങ്ങളാകുന്നു. പിന്നെ ഉൾപാർട്ടി പോര് അതിശക്തമാണ്. പിന്നെ ചെറിയ ചെറിയ RSS എന്നൊക്കെ ഈ പൊതുവെ RSS വരുന്ന ആളുകളായിരിക്കല്ലോ ഇതിൻ്റെ ലീഡർഷിപ്പ്. RSS കുറച്ചുകൂടി മനക്കട്ടിയും ഈ കേവല വികാരങ്ങൾക്കൊക്കെ അപ്പുറം പോകേണ്ട ആളുകളാണ് ഇന്റേണലി അവരുടെ ഇടയിലെങ്കിലും. പക്ഷെ ചില BJP വരുമ്പോൾ നമ്മൾ കണ്ട ഇവർ കുട്ടികളെ കാട്ടും ഭയങ്കര ചൈൽഡിഷായി പോകുന്നതാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും അവർക്ക് കേരളത്തിൽ ഇപ്പം അടുത്ത നിയമസഭാ ഇലക്ഷൻ വളരെ നിർണായകമാണ്. അടുത്ത നിയമസഭാ ഇലക്ഷന് UDF ഇനിയും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും BJP. ജനങ്ങൾക്ക് വേറെ ഓൾട്ടർനേറ്റീവ് ഇല്ല. കാരണം കൺസോൾട്ടേഷൻ വരും. കാരണം ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ വരികയും അപ്പോൾ അത് മുസ്ലിംസ് ഒറ്റയ്ക്കായി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം വരും. അത് വേറെ അതിന് പൊളിറ്റിക്കൽ റിപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ സ്വാഭാവികമായിട്ടും അത് അങ്ങോട്ട് പോകാനാണ് സാധ്യത. അപ്പം BJP സ്ട്രാറ്റജൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ പിടിക്കുന്നതായിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇപ്പോൾ വാർഡ് പുനർവിഭജനം നടത്തിയിട്ടുണ്ട്. ഈ വാർഡ് പുനർവിഭജനം നടത്തുന്ന സമയത്ത് എപ്പോഴും ഭരിക്കുന്ന പാർട്ടികൾ അവർക്ക് അനുകൂലമായ രീതിയിലാണ് പുനർവിഭജനം നടത്തി വെക്കുക. അത് അവരുടെ ഒരു പലപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള പ്രവചനങ്ങളൊക്കെ നടത്തുന്ന പോലെ ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് നടത്തുന്ന പ്രവചനങ്ങൾ പോലെ അവരുടെ റിയലിസ്റ്റിക് ആൻഡ് ഫാക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് വസ്തുതാപരമായിട്ടുള്ള ജയിക്കാമെന്നുള്ള കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരത് ചെയ്യുക. അപ്പം നമ്മളെ ചില വിഭോജനങ്ങൾ ജയിക്കുന്നത് അത് ആ രീതിയിൽ പോകുന്നതുകൊണ്ടാണ്. പക്ഷേ ചിലത് തോൽക്കുന്നത് ആ സമയം അടിയൊഴുക്കുകൾ ഉള്ളിൽ നടക്കുന്നതുകൊണ്ടാണ്. നമ്മളറിയില്ല. പ്രധാനമായിട്ട് തിരുവനന്തപുരത്ത് RSS കേന്ദ്രങ്ങളിൽ വോട്ട് വേണ്ട ഇതുപോലെ ചെയ്തില്ല. അതുകൊണ്ട് രാജീവ് തോറ്റത് നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ RSS ആയിരിക്കും നമ്മൾ പ്രതീക്ഷയായിരുന്നു. പക്ഷെ അത് സംഭവിച്ചുകൂടെ. ലോക്സഭാ ഇലക്ഷന് മോഡി പിന്നോക്കം പോയത്, അല്ലെങ്കിൽ മോഡിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരുന്നത് വലിച്ചതാണ് ഉള്ളിൽ നിന്ന് ഒരു മെസ്സേജ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അല്ല അതും കൂടി നമ്മൾ കാണേണ്ടിയിരുന്നു. അത് അത്ര എളുപ്പമല്ല അത്തരം കാണാൻ. അത് സാധാരണ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ എന്ത് സംഭവിക്കുന്നു കെമിസ്ട്രി പറയാറുണ്ട്. അതുപോലെയാണ് നമ്മൾ ഈ പ്രവചനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ നോക്കുന്ന സമയത്ത് അതോടൊപ്പം ഈ RSSുമായി ബന്ധപ്പെട്ട് ഈ 2014 ഇലക്ഷനിൽ RSS ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു BJPക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷെ 2024 വരുമ്പോൾ RSS ഇറങ്ങിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായി. പിന്നീട് ഹരിയാനയിൽ RSS ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അവിടെ വിജയിക്കുന്ന സാഹചര്യമുണ്ട്. മഹാരാഷ്ട്രയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞ് അവിടെ വിജയിക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷെ കേരളത്തിൽ പാലക്കാട് ഉൾപ്പെടെ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടും കേരള രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടാണ് RSS പാലക്കാട് ഇറങ്ങിയതാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. ഇത് ഇറങ്ങിയതൊക്കെ പറയും. കഴിഞ്ഞ ലോക്സഭ തിരുവനന്തപുരത്ത് ഇറങ്ങിയെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ RSSന് പല കേന്ദ്രങ്ങളും വോട്ട് പെർസെൻറ്റേജ് കുറവായിരിക്കും. എനിക്കറിയാം. NH സ്ട്രോങ് ഏരിയ ഉണ്ട് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ. അവിടെയൊക്കെ ഞാൻ കേട്ടത് പല സ്ഥലങ്ങളിലും രാജേട്ടന് കിട്ടിയത്ര വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതെന്താണ് കേരള രാഷ്ട്രീയത്തിൽ അതങ്ങനല്ല. അത് ഇത്തവണ എന്ന് വെച്ചാൽ അതെനിക്ക് തോന്നുന്നത് വെച്ചാൽ കുമ്മനത്തിനെ മത്സരിപ്പിക്കണമെന്ന് സംഘത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. കുമ്മനത്തിന് സീറ്റ് കൊടുത്തില്ല. ഈ ഉത്തരേന്ത്യയിലും ഇവിടെയൊക്കെ തന്നെ ചില ആളുകൾ നേരിട്ട് കെട്ടിയിറക്കിയെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഇപ്പം രാജീവിനോട് പ്രശ്നം ഉണ്ടായിട്ടല്ല അവർക്ക്. പക്ഷെ കുമ്മനത്തിന് അവർ ആഗ്രഹിച്ചിരുന്നു സ്ഥാനാർത്ഥിയാക്കണമെന്ന്. അതുകൊണ്ടാണ് ഒരു കാരണം. പിന്നെ രണ്ട്, ഈ മോഡി അമിത്ഷാ എല്ലാം കൂടി RSSനെ ഹൈജാക്ക് ചെയ്യുന്ന പേടി RSSന് വന്നു. RSS ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃതമല്ലല്ലോ. അതുകൊണ്ട് അവർക്ക് അധികാരം കൊടുക്കണം, പക്ഷേ നമ്മളെ കൺട്രോളിൽ നിൽക്കണം എന്ന രീതിയിലുള്ള ഒരു മാൻഡേറ്റ് കൊടുത്താണ്. അതാണ് അങ്ങനെ വന്നത്. അല്ലെങ്കിൽ അതിന് ശേഷം നടന്ന ഇലക്ഷനിലും മഹാരാഷ്ട്ര ഇലക്ഷനൊക്കെ അത് ഒരു മോഡി വിരുദ്ധ തരംഗമായിരുന്നെങ്കിൽ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഉണ്ടാകും. അതുണ്ടില്ല. അതുകൊണ്ട് അത് ശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നതാണ്. അപ്പം RSS പിടിപോകും. ഇപ്പം RSSന്റെ കയ്യിലാണ്. ഇടയ്ക്ക് RSSന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയിരുന്നു. അല്ല, ഞാൻ ചോദിച്ചത് കേരളത്തിൽ എന്തുകൊണ്ട് ഒരു സ്വാധീനം അല്ല, കേരളത്തിൽ ഇതൊക്കെ കേരളത്തിലെ എല്ലാ മേഖലയിലും ഉത്തരേന്ത്യ പോലെ എല്ലാ മേഖലയും കേരളത്തിന് RSS അങ്ങനെ ഇടാൻ പറ്റില്ല. RSSന് ഉത്തരേന്ത്യയിൽ ഇപ്പൊ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് അല്ലാത്തവർക്ക് അവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുമാനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ചെറിയ തോതിലൊക്കെ ഉണ്ട്. ആ രീതിയിൽ ഉത്തരേന്ത്യയിൽ RSSന് ബഹുമാനമുണ്ട്, കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ RSS ലാഫിംഗ് സ്റ്റോക്കാണ് RSS അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് ചാണകം എന്നുള്ള പേരൊക്കെ വന്നു. ഉത്തരേന്ത്യ ചാണകം വർഷിപ്പ് ചെയ്യപ്പെടുന്ന സാധനമാണ്. കേരളത്തിൽ ചാണകം ആളുകൾ ഉപയോഗിക്കുമെങ്കിലും
RSSകാരെ പറ്റി അണകമെന്ന് പറയുമ്പോൾ ആളുകൾ അത് ലാഫിംഗ് സ്റ്റോക്ക് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ കേരളം കുറച്ചുകൂടി ഒരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയതുകൊണ്ടായിരിക്കും വെസ്റ്റേൺ ആശയങ്ങളൊക്കെ സ്വാധീനം. പിന്നെ ഈ RSS ഇവിടെ നടത്തുന്ന ചില പ്രസ്താവനകൾ ഇവിടെ ദഹിക്കില്ലല്ലോ. ഫോർ എക്സാമ്പിൾ RSS BJPക്കല്ല, RSS അങ്ങനെ ഓപ്പൺ ആയിട്ട് ഒരു പ്രസ്താവന നടത്തില്ല. എന്താണ് ചണകത്ത് പ്ലൂട്ടോണിയം ഉണ്ടാക്കാം, പശുവിന്റെ കൊമ്പിന്റെ ഇടയിൽ റേഡിയോ വേവ്സ് മൂവ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാധനങ്ങൾ ആളുകൾ ചിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം RSS ഇവിടെ നേരിടുന്നുണ്ട്. മാത്രമല്ല ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഓരോരുത്തരും ഇവിടെ ബുദ്ധിജീവികളോ, ഉത്തരേന്ത്യയിൽ ഒരു ബുദ്ധിജീവികളോ അടുത്ത RSS പ്രചാരകനായിരിക്കും, അല്ല ശിക്ഷയായിരിക്കും. ഇവിടെ അതല്ല, ഹിന്ദു കമ്മ്യൂണിറ്റി ഓരോരുത്തരും ബുദ്ധിജീവികളാണ്. അപ്പൊ ഇവരിതൊക്കെ ചോദ്യം ചെയ്യും. ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ രണ്ട്, ഈ പറയുന്നത് പോലെ RSS ഇറങ്ങിയ സമയത്ത് RSSന്റെ ശക്തികാന്തങ്ങളായിട്ടുള്ള സ്ഥലമാണ് തിരുവനന്തപുരം. അതിന്റെ മെച്ചം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ RSS വിചാരിച്ച പത്തനംതിട്ട കഴിഞ്ഞ തവണ അതിൻ്റെ മുമ്പ് ജയിപ്പിക്കാമായിരുന്നു, വിചാരിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ ഈ തിരുവനന്തപുരം പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ കോർപ്പറേഷനിൽ BJPക്ക് ഇപ്പോൾ തന്നെ 35 സീറ്റുണ്ട്. ഇനി ഒരു 10-15 സീറ്റ് വർദ്ധിപ്പിച്ചാൽ കയ്യിലിരിക്കുമല്ലേ തിരുവനന്തപുരം? പണ്ടത്തെ വാർഡ് വിഭജനം അനുസരിച്ചാണ്. പുതിയ വാർഡ് വിഭജനം വന്നു കഴിഞ്ഞാൽ കാണിച്ചിരുന്നത് LDFന് അനുകൂലമാണ്. പക്ഷെ അവിടെ ഞാൻ പറഞ്ഞു, ഈ പ്രവചനത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, അങ്ങനെ കാണാൻ മനുഷ്യന്റെ മനസ്സ് ചിലപ്പോൾ നമ്മൾ പറയുന്നതിനപ്പുറം പോകും. പിന്നെ പൊതുവായിട്ട് ഭരണം മോശമാണ്, ഒരു ഭരണമാറ്റം വേണം എന്നൊക്കെ ജനങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ അനുഭാവികളെ നോക്കിയിട്ടായിരിക്കല്ലോ വാർഡ് വിഭജിച്ചു, അവരതിൻ്റെ അപ്പുറം ചിന്തിക്കും. അതിൻ്റെ അപ്പുറം ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് ഏതായാലും വരാൻ സാധ്യതയില്ല, എങ്കിൽ BJP വോട്ട് ചെയ്യാം എന്ന ആളുകൾ ചിന്തിച്ചു കഴിഞ്ഞാൽ വരാം. പക്ഷേ നമ്മളത് പറയുമ്പോൾ എന്ന് വെച്ചാൽ അത് മനുഷ്യന്റെ മനസ്സാണ്, പറയാൻ പറ്റില്ല. മനുഷ്യന്റെ മനസ്സ് കടൽ പോലെയാണ്, എപ്പം തിരയടിക്കാൻ സുനാമി ഉണ്ടാകും, എന്ത് സംഭവിക്കും. പക്ഷെ ഇപ്പം വിഭജിച്ച് വെച്ചിരിക്കുന്ന LDFന് അനുകൂലമായിട്ടാണ് BJPക്ക് സീറ്റ് കുറയാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ നിയമസഭയിൽ 41-ലധികം സീറ്റുകളിൽ തങ്ങളുടെ കരുത്ത് തെളിയിക്കുമെന്നാണ് BJP പറഞ്ഞിരിക്കുന്നത്. അതിൽ വാസ്തവമുണ്ടോ? അപ്പൊ അതൊന്ന് കരുത്തൊക്കെ തെളിയിക്കും. അതിനെ ഗുണം കിട്ടിയ LDFനായിരിക്കും, UDF തോന്നും. കാരണം നമ്മൾ പൊതുവേ ജനറൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴയൊക്കെ CPMന്റെ വോട്ട് ലോക്സഭാ ഇലക്ഷൻ വേറൊരു പാറ്റേണാണ്. നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ RSSന്റെ BJPന്റെ വോട്ട് BJPക്ക് തന്നെ വീണ് കഴിഞ്ഞാൽ അതിന്റെ ദോഷം വരാൻ പോകുന്നത് UDFനാണ്. CPMന്റെ ഏതാണ്ട് ഒരു കേഡർ വോട്ടാണ്, അത് അവർക്ക് അങ്ങനെ തന്നെ കിട്ടും. പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയൊക്കെ നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നില്ല. കാരണം ലോക്സഭയിൽ അവർക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിൽ BJPക്ക് ഒരു ബദൽ എന്ന രീതിയിൽ അവർ കോൺഗ്രസിനെ കാണുന്നുണ്ട്. കോൺഗ്രസിനെ പറ്റുള്ളൂ, അല്ലാതെ 20 സീറ്റും പിന്നെ 4-5 സീറ്റ് ജയിക്കാൻ പോകുന്ന CPM അവിടെ പോയി എന്ത് ചെയ്യാണ്? അപ്പം ലോക്സഭയിൽ അവരങ്ങനെ ചെയ്യും. പക്ഷെ ഇവിടെ കേരളം ഭരിക്കാൻ കുറച്ചുകൂടി കൊള്ളാവുന്നത് RSSനെ നിലനിർത്താൻ പറ്റുന്ന CPM എന്നുള്ള ഫീലുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അവർ CPMന് വോട്ട് ചെയ്യും. അപ്പൊ പാറ്റേൺ അങ്ങ് മാറും. രണ്ട്, ഇതിൽ വേറൊരു കാര്യമുണ്ട്, BJPയുടെ ടാക്ടിക്കൽ വോട്ട്. ഇവർ ഒരു വർഷം കൂടി UDF പുറത്തിരുന്ന് കഴിഞ്ഞാൽ UDFന്റെ കാര്യം കേരളത്തിൽ കട്ടപ്പോകും. അടുത്തവണ സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രിയാക്കും. സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രിയാക്കാൻ നമ്മൾ ഈ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരെയും കണക്ട് ചെയ്യാൻ പറ്റുന്ന ആളാണ് സുരേഷ് ഗോപി. ഇപ്പൊ BJPയിൽ ഓരോരുത്തർക്കും മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ട്, ആഗ്രഹിക്കുന്ന ആളുകളാണ്. സംസ്ഥാന കമ്മിറ്റി ഓരോരുത്തരും മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്കൊക്കെ തന്നെ അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ, മുഖ്യമന്ത്രി ആകാന്നുള്ള ജില്ലാ കാര്യം, മന്ത്രിയാകാം, MLA ആവാം. അപ്പൊ അതുകൊണ്ട് ഇവര് വോട്ട് കുറച്ച് കഴിഞ്ഞാൽ LDF ആവശ്യപ്പെടണമെന്നില്ല, അവർ ടാക്ടിക്കൽ വോട്ട് ചെയ്താൽ മതി. അതിനുള്ള ശേഷി അവർക്കുണ്ട്. BJP സ്വന്തമായിട്ട് അവരുടെ വോട്ട് പിടിക്കുകയോ ടാക്ടിക്കൽ വോട്ട് ചെയ്യുകയോ ചെയ്താൽ UDFന് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ BJPയുടെ ലക്ഷ്യം 2031 ആയിരിക്കും. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആയിട്ട് വരും. അതിനാണ് സാധ്യത. ഹരിയാനയൊക്കെ പിടിച്ച അങ്ങനല്ലേ, അതാണ് അവരുടെ സ്ട്രാറ്റജി, അങ്ങനെ വരാനാണ് സാധ്യത. അതിനിടയ്ക്ക് സുരേഷ് ഗോപി ഈ പറഞ്ഞൊന്ന് മഴപ്പെടുകയും ചെയ്യും. ഭരത്ചന്ദ്രനിൽ നിന്ന് RD നായനാറിലേക്ക് മാറും. അദ്ദേഹം ഇപ്പോഴും ജനകീയനാണല്ലോ, അതൊരു ക്രൗഡ് പുള്ളറാണല്ലേ. ക്രൗഡ് പുള്ളറാണ്, ജനകീയനാണ്, ശുദ്ധനാണ്, നാട്ടുകാർക്ക് ഇഷ്ടമാണ്. പിന്നെ ചില സമയത്ത് ഇങ്ങനെ ചില പ്രസ്താവനകൾ ഈ പറഞ്ഞ കേരളത്തിലെ പൊതു മലയാളി സമൂഹത്തിൽ അങ്ങനെ അറിയാലോ രുചിക്കില്ല. അത് പക്ഷെ ഇപ്പൊ മൂപ്പര് ജനങ്ങളെ തന്നെ കൺഫ്യൂഷൻ ഉണ്ട്, ഇദ്ദേഹത്തെ എതിർക്കണോ ഇഷ്ടപ്പെടണോ. എതിർക്കുന്നവർ കുറച്ചാളെ എതിർപ്പിന്റെ കുറയ്ക്കണമെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ ചില അദ്ദേഹത്തിന് ആദ്യം പാവപ്പെട്ട ആളുകൾ ഇപ്പൊ എനിക്ക് കൺവിൻസിംഗ് ആയി തോന്നിയിട്ടുള്ള കുറ്റം പറയുന്നു അദ്ദേഹം ചില പ്രസ്താവനകളാണ്. അത് അദ്ദേഹം ജെന്യൂൻ ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. മറ്റു രാഷ്ട്രീയക്കാർ അങ്ങനെ പറയില്ല. ഉദാഹരണമായിട്ട് ദൈവവിശ്വാസികളല്ലാതെ നശിച്ചു പോട്ടെ എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ ജെന്യൂനായിട്ട് അദ്ദേഹത്തിനുള്ളിൽ നിന്ന കാര്യം അദ്ദേഹം ഹിപ്പോക്രറ്റ് അല്ലാത്തോണ്ട് പറയുന്നതാണ്. പക്ഷെ അത് കേരളത്തിൽ ആ രീതിയിൽ വളരെ എളുപ്പം എന്താ പറയുക, ഒരു തരത്തിലുള്ള മിസ്ഇന്റർപ്രിട്ടേഷന് സാധ്യതയുണ്ട്. അപ്പൊ അത് ഇപ്പൊ ചുരുങ്ങി തോന്നുന്നു, അതൊക്കെ ഭയങ്കര ചുരുങ്ങിയിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ. അപ്പൊ അത് അങ്ങനെ അത്ര ഡയലോഗ്സ് ഒന്നും വരുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം, ഈ പണ്ട് കാലത്ത് UDF തകരുമ്പോഴാണ് BJPക്ക് കേരളത്തിൽ വളർച്ച ഉണ്ടാകുന്നത് പല മണ്ഡലങ്ങളും. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാം മറ്റൊരു തരത്തിലാണ് കണ്ടത്. LDFന്റെ വോട്ട് കുറയുന്നു, BJPക്ക് വോട്ട് വർദ്ധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത സാർ സൂചിപ്പിച്ചതുപോലെ UDF എങ്ങനെ കേരളത്തിൽ തകരും?
കേരളത്തിൽ ഈ പറയുന്ന അല്ല അങ്ങനെയല്ല, അത് ലോക്സഭയാകുന്ന വേറൊരു പാറ്റേണിലാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. ദേശീയ മുസ്ലിങ്ങളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും ദേശീയ തലത്തിൽ ഒരു ബദൽ എന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഈഴവാസിൻ്റെ ഇടയിൽ നിന്ന് വോട്ട് പോകുന്നത് ദേശീയ തലത്തിൽ BJP കൊള്ളാം, മോഡി കൊള്ളാം എന്നുള്ള ഫീൽ ഉള്ളതുകൊണ്ടാണ്. സംസ്ഥാന തലത്തിൽ മുസ്ലിംസ് ക്രിസ്ത്യൻസ് പൊതുവെ CPM കൊള്ളാം BJPനെ റെസിസ്റ്റ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹിന്ദുക്കളാണെങ്കിൽ തന്നെ ഈ പറയുന്നത് പോലെ ഇവിടെ BJPക്ക് വലിയ സ്കോപ്പൊന്നും ഇല്ല, എനിക്ക് പിന്നെ CPMന് വോട്ട് ചെയ്യാം എന്ന് ചിന്തിക്കും. അപ്പോൾ അത് അവർക്ക് അനുകൂലമാണ്. രണ്ട് രീതിയിലാണ് അനുകൂലമായിട്ട് വരുന്നത്. ഒന്ന് BJPൻ്റെ വോട്ട് പിടിച്ചാലും അവർക്ക് അനുകൂലമാവും, രണ്ട് ക്രോസ് വോട്ട് ചെയ്താലും അവർക്ക് അനുകൂലം. അതിന് രണ്ട് സാധ്യത ഉണ്ട്. ക്രോസ് വോട്ട് രാഷ്ട്രീയക്കാർ പൊതുവെ തന്ത്രപരമായി ചെയ്യുന്നതാണ്. കാരണം ഒരു വർഷം കൂടി CPM എഴുതുന്നു കഴിഞ്ഞാൽ അതോടുകൂടി കോൺഗ്രസിനെ തീർക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസിനാണ് BJP മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.